Hello, Isha. Hello. Hello. അതെന്തോ സാധനം ഓർമ്മയുണ്ടോ? ഇന്റർസെപ്ഷൻ. ടെലിസ്കോപ്പിംഗ് എന്ന് വെച്ചാൽ ഇൻവാജിനേഷൻ ആണ് സംഭവം. ഇൻഡസ്റ്റൈനകത്ത് വേറെ ഇൻഡസ്റ്റൈൻ തന്നെ കയറിയിരിക്കും. ഓക്കെ, ഇമാജിനേഷൻ വൺ പോർഷൻ ഓഫ് സെഗ്മെന്റ് ഓഫ് ബവൽ ഇൻടു അഡ്ജസന്റ് സെഗ്മെന്റ്, അതാണ് ഇന്റർസെപ്ഷൻ. ഇത് രണ്ട് ടൈപ്സ് ഉണ്ട്, ആന്റിഗ്രേഡും ഉണ്ട് ഇത് രണ്ട് ടൈപ്സ് ഉണ്ട്, ആന്റിഗ്രേഡും ഉണ്ട് റിട്രോഗ്രേഡും ഉണ്ട്. അപ്പൊ ആന്റിഗ്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോക്സിമൽ ടു ഡിസ്റ്റൽ നടക്കുന്നതാണ് ആന്റിഗ്രേഡ്. റിട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൽ ടു പ്രോക്സിമൽ, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകും, അതാണ് റിട്രോഗ്രേഡ്. ഓക്കെ, ആന്റിഗ്രേഡ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇന്റർസെപ്ഷൻ. അതിൽ തന്നെ ഏറ്റവും കോമൺ ആണ് ഇലിയോകോളിക്. കേട്ടോ? ഓക്കെ. ഇനി ഇലിയോകോളിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇലിയം കോളനകത്ത് കയറിയിരിക്കും, ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കും, അതാണ് ഇലിയോകോളിക്. അതാണ് മോസ്റ്റ് കോമൺ, ഇൻഫൻസിൽ മോസ്റ്റ് കോമൺ ആണ് ഇലിയോകോളിക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോമൺ ആണ് കോളോകോളിക് അല്ലെങ്കിൽ ഇലിയോകോളിക്. ഇലിയത്തിനകത്ത് കയറിയിട്ട് പിന്നെ വീണ്ടും കോളനകത്ത് കയറുന്നു. റിട്രോഗ്രേഡ് ഭയങ്കര റയർ ആണ്, വെച്ചാൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നത് ഭയങ്കര റയർ ആയിട്ടാണ്. റിട്രോഗ്രേഡ് ഇന്റർസെപ്ഷൻ റയർ ആണ്. അത് ഈ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സർജറി കഴിയുമ്പോഴായിരിക്കും, ഈ ഗ്യാസ്ട്രോജെജിനോസ്റ്റമി സ്റ്റോമ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അത് കൂടുതലും കാണുന്ന ജെജിനോ ഗ്യാസ്ട്രിക് ആണ്. ജെജിനോ നമ്മുടെ ഗ്യാസ്ട്രിക് സ്റ്റമക്കിനകത്തേക്ക് കയറിയിരിക്കും ജെജിനോ, അതാണ് റിട്രോഗ്രേഡ് ഇന്റർസെപ്ഷൻ. ഓക്കെ, അപ്പൊ ഈ പടത്തിനകത്ത് കാണാൻ പറ്റും, കണ്ടോ, ഇലിയം എന്ന് പറയുന്നത് ഇലിയത്തിനകത്ത് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇലിയോ സീക്കൽ ഉണ്ട്, പിന്നെ അതുപോലെ ഇലിയോസീക്കൽ കോളിക്, പിന്നെ കോളോകോളിക്. ഇതാണ് സംഭവിക്കുന്ന ഇന്റർസെപ്ഷൻ. മോസ്റ്റ് കോമൺ ഇലിയോകോളിക് ആണ് കേട്ടോ ഇൻഫൻസിൽ. ഇനി നമുക്ക് ഇത് പഠിക്കാം, എന്താണ് എത്തിയോളജി. എത്തിയോളജി എന്തുകൊണ്ടാണ് മെയിൽസ് ഇൻഫൻസിൽ ഈ ടൈം പീരീഡ് കാണിച്ചേക്കുന്നത് 6 months to 9 months? ഓക്കെ, അന്ന് വെച്ചാല് വീനിങ് ഇല്ലേ, വീനിങ്, അത് തന്നെ വീനിങ്. ആ പീരീഡ്, ആ സമയത്ത് അതുവരെ പാലായിരിക്കും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 6 months തൊട്ട് അവര് വേറെ ഫുഡ് കഴിച്ചു തുടങ്ങും. അപ്പൊ പെരിസ്റ്റാൾസിസ് ഓൾട്ടർ ചെയ്യും. അപ്പൊ പെരിസ്റ്റാൾസിസ് വ്യത്യാസം വരുമ്പോഴാണ് വീണ്ടും ആ ഒരു ടൈം പീരീഡിൽ ഇന്റർസെപ്ഷൻ ഉണ്ടായി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 6 months to 9 months എന്നുള്ള ടൈം പീരീഡ് പറയുന്നത്. പിന്നെ കോമണസ്റ്റ് കോസ് ഫോർ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനും കൂടാണ് ഈ ഇന്റർസെപ്ഷൻ. ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം കേട്ടോ, ഫുഡ് വന്ന് അതിനകത്ത് ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കും. പിന്നെ ഈ ഇൻഫൻസിനകത്ത് പറയുന്ന കുറെ റീസൺസ് ആണ് ഈ പറയുന്നത്. വീനിങ്, എനിക്കിത് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഈ പോയിന്റർ വെച്ച് നോക്കിയാൽ മതി, മഞ്ഞ കളർ. അപ്പൊ ഇൻഫൻസിനകത്ത് ഒരു റീസൺ ആണ് വീനിങ്, സഡൻ ചേഞ്ച് ഇൻ ഡയറ്റ്. കാരണം ഡയറ്റ് ചേഞ്ച് വരുമ്പോൾ പെരിസ്റ്റാൾസിസ് ഓൾട്ടർ ചെയ്യും, അപ്പം ഇന്റർസെപ്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതൊരു കോമൺ കോസ് ആണ്. പിന്നെ ഇൻഫ്ലമേറ്ററി പെയേഴ്സ് പാച്ചസ്. ഈ പെയേഴ്സ് പാച്ചസ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഗ്ലാൻസ് ആണ്, ഇങ്ങനെ തെള്ളി നിൽക്കും, ഇൻഡസ്റ്റൈനിൽ ഇങ്ങനെ തെള്ളി നിൽക്കുന്ന ഒരു കുഞ്ഞു ഗ്ലാൻസ്. അത് നമ്മുടെ അഡൽസിലൊന്നും ഇല്ല, അഡൽസിൽ കുറവാണ്, ഇൻഫൻസിൽ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പൊ അതൊരു ലീഡിങ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ലീഡിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്ന് പറഞ്ഞ ലീഡിങ് പോയിന്റ് എന്തുവാണ്? എന്താ നീ പറഞ്ഞേ? ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സംഭവം. അത് തന്നെ. പിന്നെ മെക്കിൽസ് ഡയബറ്റിക്കിലും ഉണ്ട്. മെക്കിൽസ് ഡയബറ്റിക്കിലും നോർമലി കാണുന്നത് വെളിയിലായിട്ടില്ല, ഔട്ട് പൗച്ചിങ് ആയിട്ടാണ്. പക്ഷെ ഈ മെക്കിൽസ് ഡയബറ്റിക്കിലും ഒരു ഇൻ പൗച്ചിങ് ആയിട്ട് വരുവാണെങ്കിൽ അതും ലീഡിങ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നതാണ് മാൽറൊട്ടേഷൻ. ഇനി അഡൽസിനകത്തും ഉണ്ടാവും ഇന്റർസെപ്ഷൻ. അതിന്റെ റീസൺസ് ആണ് ഈ പറയുന്ന പോളിപ്സ്, ലൈപ്പോമ പോളിപ്പ് ഒക്കെ ആണെങ്കിൽ ലീഡിങ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ലിയോമയോമ, ക്യാൻസേഴ്സ് എന്തെങ്കിലും, അതിലൊരു സിൻഡ്രോം ഓർത്ത് വെക്കണം, പിറ്റ്സ്-ജെഗർ സിൻഡ്രോം. ഇനി പത്തോളജി ആദ്യം നമുക്ക് ഇതിന്റെ പാർട്സ് പറയാം, ഇന്റർസെപ്ഷന്റെ പാർട്സ്. അപ്പൊ ഇത് നോക്കുമ്പോൾ കണ്ടോ, ഒരു ഇൻഡസ്റ്റൈന്റെ പാർട്ടിനകത്ത് വേറൊരു ഇൻഡസ്റ്റൈൻ കയറിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പാർട്സ് എന്തൊക്കെയാ? പിന്നെ ഒരു അപ്പെക്സ് കാണും, പിന്നെ ഒരു ഇന്റർസെപ്റ്റം കാണും. ആ സെപ്റ്റത്തിന് പറയുന്നതാണ് ഇന്റർസെപ്റ്റം, ഈ ഒരു പാർട്ടിന് പറയുന്നതാണ് ഇന്റർസെപ്റ്റിയൻസ്. ഇത്രയാണ് ഇതിന്റെ പാർട്സ്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? പത്തോളജി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുമ്പോൾ എന്താ പറ്റുക? അപ്പൊ ഫുഡ് ഇതുവഴി വരാന്ന് വെച്ചോ, അപ്പൊ ഇവിടെ വന്ന് ഫുഡ് ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കാലോ. അപ്പൊ ഇങ്ങനെ ഫുഡ് വന്ന് ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കുമ്പോൾ എന്താ പറ്റും? ഇവിടെ ഉള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കട്ട് ഓഫ് ആവും. ഓക്കെ, അപ്പൊ എന്താ അടിക്കും? ഇഷ്കീമിയ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇൻഫാക്ഷൻ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താ വരിക? ഗാംഗ്രീൻ വരും.
അപ്പൊ ഇതാണ് പെത്തോളജി, ഇത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇൻഫാക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ മ്യൂക്കസ് സ്ലഫ് ഓഫ് ചെയ്യും. മ്യൂക്കസ് സ്ലഫ് ഓഫ് ചെയ്ത് റെഡ് കറന്റ് ജെല്ലി സ്റ്റൂൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റെഡ് കളർ ജെല്ലി സ്റ്റൂൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. റെഡ് കളർ ജെല്ലി സ്റ്റോൺസ് ഇൻ ഇൻഫൻസ്. സ്റ്റൂളിന്റെ കൂടെ ആവാം, അല്ലെങ്കിൽ സ്റ്റൂൾ ഇല്ലാതെ തന്നെ വെറും ജസ്റ്റ് ഇങ്ങനെ ഒരു മ്യൂക്കസ് സ്ലഫ് പോലെ ഇങ്ങനെ റെക്ടം വരും. അതിനെ റെഡ് കളർ ജെല്ലി സ്റ്റൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അപ്പൊ ആദ്യം നമുക്ക് സിംറ്റംസ് ഓർത്ത് വെച്ചോണം. കോളിക്കി അബ്ഡമിനൽ പെയിൻ, ഭയങ്കര വയറുവേദന ആയിരിക്കും, എസ്പെഷ്യലി ആഫ്റ്റർ ടേക്കിംഗ് ഫുഡ്. കാരണം എന്താ, ഫുഡ് കഴിച്ചു കഴിയുമ്പോഴല്ലേ പെരിസ്റ്റാൾസിസ് തുടങ്ങുന്നത്. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ കൊച്ചു കരയാൻ തുടങ്ങും, കാരണം ഈ കോളിക്കി അബ്ഡമിനൽ പെയിൻ കാരണം. ഓക്കെ, പിന്നെ അടുത്ത സൈൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് കറന്റ് ജെല്ലി സ്റ്റൂൾ. റെഡ് കറന്റ് ജെല്ലി സ്റ്റൂൾ കാണും. പിന്നെ വോമിറ്റിംഗും ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമനും കാണും. ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ ഇസ് എ സൈൻ ഓഫ് ഒബ്സ്ട്രക്ഷൻ. ഇനി അടുത്ത സയൻസ് എന്തൊക്കെയായിരിക്കും? സയൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. പാൽപേറ്റ് ചെയ്യും. നമ്മൾ നേരെ സയൻസ് ആകുമ്പോൾ പാൽപേഷൻ അല്ലേ, ടെമ്പറേച്ചർ ഒക്കെ നോക്കി നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വയറിൽ ഒരു സോസേജ് ഷേപ്പ് മാസ് കാണും. ഇതുപോലെ ഒരു സോസേജ് ഷേപ്പ് മാസ് ആണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫുഡ് അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സോസേജ് പോലെ തോന്നും അവിടെ, അത്രേ ഉള്ളൂ. അതിനാണ് സോസേജ് ഷേപ്പ് മാസ് എന്നാ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്ലിനിക്കൽ സൈൻ ആണ് ഈ റൈറ്റ് ഇലിയാക് ഫോഴ്സ് നമ്മൾ പാൽപേറ്റ് ചെയ്യുമ്പോൾ എംപ്റ്റി ആയിട്ട് തോന്നിക്കും. അതിന് നമ്മൾ സൈൻ ഓഫ് ഡാൻസ് എന്നാ പറയുന്നത്. ഓക്കെ, സൈൻ ഓഫ് ഡാൻസ്. പിന്നെ പെറക്ടം എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബ്ലഡ്, ഡിജിറ്റലി ബ്ലഡ് കയ്യിലിങ്ങനെ വരും. ആ മ്യൂക്കസ് ഇല്ലേ, സ്ലഫ് ഓഫ് ചെയ്ത മ്യൂക്കസും ബ്ലഡും കൂടെ കയ്യിലിങ്ങനെ പെറക്ടത്തിൽ ഡിജിറ്റലി വരും. അപ്പൊ ഇത് ഇത്രയാണ് സയൻസ്. പാൽപേഷൻ ചെയ്യുമ്പോൾ സോസേജ് ഷേപ്പ് മാസ്, റൈറ്റ് ഇലിയാക് ഫോസ എംപ്റ്റി ആയിരിക്കും, അത് സൈൻ ഓഫ് ഡാൻസ് എന്നാണ് അതിനെ പറയുന്നത്. പെറക്ടം ചെയ്യുമ്പോൾ ബ്ലഡ് സ്റ്റെയിനിങ് ഉണ്ടാവും. ഓക്കെ, ഇനി കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? എല്ലാത്തിനും പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിലും നമ്മൾ പറയുന്നത് ഒബ്സ്ട്രക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? പെർഫറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉടനെ പെരിറ്റോണൈറ്റിസ്, സെപ്സിസ്. നമ്മൾ ഒരുപാട് കണ്ടീഷനിൽ പറയുന്ന അതേ കോംപ്ലിക്കേഷൻസ് തന്നെ ഇവിടെ. പിന്നെ ഒരു ഓർത്ത് വെക്കേണ്ട കോംപ്ലിക്കേഷൻ വോൾവറസ് മാത്രമേ ഉള്ളൂ, കേട്ടോ. ഓക്കെ, ഇനി ഇൻവെസ്റ്റിഗേഷൻ ചോദിക്കും. ഇത് പഠിക്കേണ്ട സാധനമാണ്. ഇൻവെസ്റ്റിഗേഷൻസ് ചോദിക്കും, എടുത്ത് ചോദിക്കും എന്തോ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന്. അപ്പൊ ആദ്യം തന്നെ എക്സ്റേ അബ്ഡമനിൽ നമ്മൾക്ക് എന്ത് കാണാം? ഇതുപോലെ എയർ ഫ്ലൂയിഡ് ലെവൽസ് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ എയർ, ഇവിടെ ഇങ്ങനെ ഒരു ലെവൽ കണ്ടോ, ഒരു ലൈൻ ഫ്ലൂയിഡ്, ഇത് എയർ, ഇത് ഫ്ലൂയിഡ്. അങ്ങനെ എയർ ഫ്ലൂയിഡ് ലെവൽ കാണാൻ പറ്റും. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എയർ ഫ്ലൂയിഡ് ലെവൽസ് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആണ്. അത് നമുക്ക് ഇന്റർസെപ്ഷനിൽ കാണാൻ പറ്റും, കാരണം ഫുഡ് ഒന്ന് ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കുമല്ലോ. അപ്പൊ അത് കാണാം, അതാണ് എക്സ്റേ ഫൈൻഡിങ്. ഇനി നമ്മൾ ബേരിയം എനിമ കൊടുക്കും. ഇവിടെ എക്സ്റേ കഴിഞ്ഞാൽ നേരെ ബേരിയം എനിമ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്ത് വന്നിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ബേരിയം എനിമ പാസ് ചെയ്യുന്നില്ല. അത് ആ ഒരു സൈനിന്റെ പേരാണ് ക്ലോ സൈൻ. കണ്ടോ, ക്ലോ സൈൻ അതിന് പറയും. അല്ലെങ്കിൽ വേറൊരു പേരാണ് കോയിൽഡ് സ്പ്രിംഗ് സൈൻ. ഈ സൈനൊക്കെ ബേരിയം എനിമയില കാണുന്നതെന്ന് ഓർക്കണം. ക്ലോ സൈൻ അല്ലെങ്കിൽ കോയിൽഡ് സ്പ്രിംഗ് സൈൻ. പിന്നെ ഒരു സൈനിന്റെ പേരാണ് മെനിസ്കസ് സൈൻ. കാരണം അവിടെ ഇങ്ങനെ ഒരു ബൾജ് പോലെ. ഇത് എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല, ടെക്സ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ. മെനിസ്കസ്, കോയിൽഡ് സ്പ്രിംഗ് സൈൻ, പിന്നെ ഇത് ബേരിയം എനിമയിലാണ് ഈ 3 സൈൻ, ക്ലോ ലൈക്ക്. ഓക്കെ, ഇനി നമ്മൾ അൾട്രാസൗണ്ട്, USG. അൾട്രാസൗണ്ടിൽ നമ്മൾ ഡോപ്ലറും ചെയ്യും, പിന്നെ വെറും അൾട്രാസൗണ്ട് ചെയ്യും. വെറും അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ടാർഗറ്റ് സൈൻ കിട്ടും. ഒരു മിനിറ്റ്. ടാർഗറ്റ് സൈൻ കിട്ടുവേ. ഹലോ കേക്കാം. ഓക്കെ, ടാർഗറ്റ് സൈൻ കിട്ടും. ഓക്കെ, അൾട്രാസൗണ്ട് ചെയ്യുമ്പം ഈ ടാർഗറ്റ് സൈൻ നമുക്ക് വേറൊരിടത്തും കിട്ടും. ഓർമ്മയുണ്ടോ ഇവിടെ വന്ന്? കൺജനൈറ്റൽ പൈലോറിക് സ്റ്റീനോസിസിൽ ഇതേ ടാർഗറ്റ് സൈൻ കിട്ടും. അതുപോലെ അൾട്രാസൗണ്ട് ഡോപ്ലർ ചെയ്യുമ്പോൾ ഡോണറ്റ് സൈൻ കിട്ടും. ഈ ഡോണറ്റ് സൈൻ സെയിം അവിടെയും കിട്ടും, പൈലോറിക് സ്റ്റീനോസിസ്. ഓക്കെ, പക്ഷെ നമ്മൾ ക്ലിനിക്കലി ആണ് അപ്പം ഇന്റർസെപ്ഷനും പൈലോറിക് സ്റ്റീനോസിസും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇന്റർസെപ്ഷനിലാണെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണ്, കോളിക്കി അബ്ഡമിനൽ പെയിനും റെഡ് കറന്റ് ജെല്ലി സ്റ്റൂളൊക്കെ കാണും. പൈലോറിക് സ്റ്റീനോസിസിലാണെങ്കിലോ അവിടെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ്. ഇവിടെ വെറും വോമിറ്റിംഗ് ഉള്ളൂ, അവിടെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. പിന്നെ നമുക്ക് വിസിബിൾ പെരിസ്റ്റാൾസിസ് ഒക്കെ കാണാൻ പറ്റും പൈലോറിക് സ്റ്റീനോസിസിലാണെങ്കിൽ.
കാരണം ഇത് രണ്ട് ഇൻഫൻസിൽ വരുന്ന കണ്ടീഷൻ, ഇന്റർസെപ്ഷൻ ആണെങ്കിലും ഇതാണെങ്കിലും പൈലോറിക് സ്റ്റെനോസിസ് ആണെങ്കിലും. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അൾട്രാസൗണ്ടും ഡോപ്ലറിലും ഒരുപോലെ ഇരിക്കും. ഓക്കെ, സെയിം സൈനാ കാണുന്നത്, ടാർജറ്റ് സൈനും ഡോണറ്റ് സൈനും. പിന്നെ നമുക്ക് ബേരിയം മിനിമ കൊടുക്കുമ്പോൾ പൈലോറിക് സ്റ്റെനോസിസിലാണെങ്കിൽ സ്ട്രിങ് സൈനാ കാണുന്നത്. ഇവിടെ പക്ഷെ ക്ലോ ലൈക്ക് കോയിൽഡ് മെനിസ്കസ് സൈൻ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഒരു നമ്മൾ CT അബ്ഡമൻ വേണമെങ്കിൽ ചെയ്യാം കുഞ്ഞിന്റെ. ഓക്കെ, ഈ സൈൻസിന്റെ പേര് ഓർത്ത് വെക്കണം. ടാർജറ്റ് സൈനിന്റെ വേറെ പേരാണ് ബുൾസൈ സൈൻ അല്ലെങ്കിൽ സ്യൂഡോ കിഡ്നി സൈൻ. ഓക്കെ, ഡോണറ്റ് സൈൻ കിട്ടുന്നത് USG ഡോപ്ലറിലാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സർജിക്കലും ഉണ്ട് നോൺ സർജിക്കലും ഉണ്ട്. അപ്പം ഈ ഇന്റർസെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ 24 hours കഴിഞ്ഞ് കഴിയുമ്പോൾ ഒബ്സ്ട്രക്ഷൻ തുടങ്ങും. അപ്പം നോൺ സർജിക്കൽ മെത്തേഡ് നമ്മൾ എപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ വിത്തിൻ 24 hours വേണം ഈ ഇതിന്റെ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സർജറി ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നോൺ സർജിക്കൽ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പെറക്ടം വഴി നമ്മളൊരു ഫോളിസ് കാത്തീറ്റർ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്തൂടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൊടുക്കും. ഓക്കെ, ഒന്നുകിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ നോർമൽ സലൈം അല്ലെങ്കിൽ ബേരിയം മീൽ കൊടുത്താലും മതി. പെറക്ടം വഴി, ബേരിയം കൊടുത്താലും മതി. ഓക്കെ, അതാണ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. പക്ഷെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ സർജറി എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒബ്സ്ട്രക്ഷൻ കഴിഞ്ഞാണ് വരുന്നത്, 24 hours കഴിഞ്ഞിട്ടാണ് കൊച്ചു വരുന്നതെങ്കിൽ നേരെ സർജറിക്ക് കയറ്റും. അപ്പൊ എന്ത് സർജറി? കോപ്പീസ് ടെക്നിക് എന്നാണ് ആ സർജറിയുടെ പേര്. കോപ്പീസ് എന്ന് വെച്ചാൽ ഒന്നില്ല, നമ്മൾ ലാപ്രോട്ടമി വഴിയാണ് ചെയ്യുന്നത്. ലാപ്രോട്ടമി വഴി നമ്മൾ ലാപ്രോട്ടമി വഴി ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്റ്റൈൻ ഇല്ലേ, അത് നമ്മൾ മിൽക്ക് ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഹലോ എന്റെ അനിയനാ, സോറി കേട്ടോ. അപ്പം കോപ്പി സർജറി എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്റ്റൈൻ നമ്മൾ മിൽക്ക് ഔട്ട് ചെയ്യണം. ഓക്കെ, മിൽക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, മിൽക്കിംഗ് ഔട്ട് എന്താണെന്ന് അറിയാലോ. നമ്മളിങ്ങനെ മാനുവലി നമ്മൾ അതിന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. അകത്ത് കയറിയിരിക്കുന്ന സാധനം നമ്മൾ വെളിയിൽ കൊണ്ടുവരണം. മിൽക്കിംഗ് ഔട്ട് എന്നാണ് പറയുന്നത്. മാനുവലി മിൽക്കിംഗ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ നോക്കണം ആ ഇൻഡസ്റ്റൈൻ വയബിൾ ആണോ അല്ലയോ നോക്കണം. ഇൻ കേസ് വയബിൾ അല്ല, എന്ന് വെച്ചാൽ ഗാംഗ്രീൻ ഒക്കെ അടിച്ച് ഫുൾ ഇഷ്കീമി അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്നും ചെയ്തില്ല, നമ്മൾ റിസെക്ട് ചെയ്ത് നമ്മൾ അനസ്റ്റമോസിസ് ചെയ്യും. ബാക്കി ഭാഗമായിട്ട് അനസ്റ്റമോസിസ് ചെയ്യും. അത്രേ ഉള്ളൂ ട്രീറ്റ്മെന്റ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഇതാണ് മിൽക്കിംഗ് ഔട്ട്. ഇതിങ്ങനെ മാനുവലി കണ്ടോ, കൈ കൊണ്ട് തന്നെ നമ്മൾ മിൽക്കിംഗ് ഔട്ട് ചെയ്യണം. ഇങ്ങനെ അതിങ്ങനെ വിട്ട് നോക്കണം. ഓക്കെ, പിന്നെ ഇനി ഇതിന്റെ കൂടെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് അപ്പൻഡിസെക്ടമിയും കൂടെ ഇതിന്റെ കൂടെ ചെയ്യും. ഇന്റർസെപ്ഷന്റെ സർജറി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അപ്പൻഡിസെക്ടമി കൂടെ ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മെയിൻ റീസൺ ഇതിന്റെ ഏറ്റവും കൂടുതൽ കോമൺ ഇന്റർസെപ്ഷൻ എവിടെ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞേ, ഇലിയോ കോളിക് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പൻഡിക്സ് എവിടെ ഇരിക്കുന്നത്? ഇലിയോസിക്കൽ ജംഗ്ഷന്റെ അവിടെ അല്ലേ? ഇലിയോസിക്കൽ ജംഗ്ഷന്റെ അവിടെ. അപ്പം ഈ ഇന്റർസെപ്ഷൻ ഉണ്ടാവുന്ന പേഷ്യന്റിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവാതിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇന്റർസെപ്ഷന്റെ സർജറി ചെയ്യുമ്പോൾ അപ്പൻഡിക്സ് നോർമൽ ആണെങ്കിൽ പോലും അപ്പൻഡിക്സും കൂടെ എടുത്ത് കളയും. ഓക്കെ, അപ്പൻഡിക്സെക്ടമി കൂടെ ചെയ്യും. അതുപോലെ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, നമ്മൾ അപ്പൻഡിക്സ് എടുത്ത് കളയുന്നത്. അത് എവിടാന്ന് അറിയാവോ? ഫീമെയിൽസിൽ ഒരു സർജറി ഇതുപോലെ ഹിസ്റ്റക്ടമിയിലും നമ്മൾ അപ്പൻഡിസെക്ടമി കൂടെ ചെയ്യും, ഈവൻ ദോ അപ്പൻഡിക്സ് നോർമൽ ആണെങ്കിൽ പോലും. ഒരു കണ്ടീഷൻ ഇന്റർസെപ്ഷൻ, ഒരു കണ്ടീഷൻ ഹിസ്റ്റക്ടമി. പറഞ്ഞുള്ളൂ, നമുക്ക് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് പഠിക്കാനുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. അഡൽട്സിലാണെങ്കിൽ കാർസിനോമ കോളൻ മീസെൻട്രിക് മാസ്. ഇൻഫൻസിൽ ഓർത്ത് വെച്ചേക്കണം അക്യൂട്ട് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ് ഇതിന്റെ DD. കാരണം അബ്ഡമിനൽ പെയിൻ ഒക്കെ ആയിട്ടല്ലേ കൊച്ചിനോ, അബ്ഡമിനൽ പെയിൻ കാരണം ഉണ്ടാവുന്ന ക്രൈ അല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ. ഓക്കെ, ഈ essay ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണേ. 10-year-old boy is brought to the casualty with complaints of vomiting and colicky abdominal pain. Okay, examination ചെയ്യുമ്പോൾ എന്താണ്? sausage shaped mass around the umbilicus. പിന്നെ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ഷോസ് റെഡ് കറന്റ് ജെല്ലി. ഡയഗ്നോസിസ് എന്താ? ഇന്റർസെപ്ഷൻ. ഡിസ്കസ് ദ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. പിന്നെ ഇന്റർസെപ്ഷൻ 4 വട്ടം ചോദിച്ചിട്ടുണ്ട്, 6 മാർക്കിനും 2 മാർക്കിനും. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള 2 വട്ടം എടുത്തിട്ടുള്ളതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞോ. ഓക്കെ, ബൈ.